ബലിതർപ്പണ ചടങ്ങുകൾക്കായിട്ട് വിപുലമായ സൗകര്യങ്ങളാണ് വിവിധ പ്രദേശങ്ങളിലായി ജില്ലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. തിരുമുല്ല വാരത്തടക്കം വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. നമ്മൾ ഉള്ളത് കൊല്ലം കൊട്ടാരക്കര പുത്തൂരിലുള്ള കല്ലടയാറിൻ്റെ തീരപ്രദേശത്തായിട്ടുള്ള ഒരു മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. നിരവധി ഭക്തരാണ് ഇവിടെ വന്ന് ബലിതർപ്പണ ചടങ്ങുകൾ നടത്തി പോകുന്നത്. വിപുലമായ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഫയർഫോഴ്സിൻ്റെ അടക്കം വലിയ സേവനം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അന്നദാനം അടക്കമുള്ള വലിയ ക്രമീകരണങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. വർഷങ്ങളായിട്ടുള്ള ഒരു ആചാരമാണ്. ഈ വർഷവും മുറ തെറ്റാതെ കൃത്യമായി തന്നെ ഇവിടെ നടത്തുന്നു. ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ നമ്മളോടൊപ്പം ചേരുകയാണ്. പ്രസിഡന്റ് നമ്മളോടൊപ്പം ചേരുന്നു. എങ്ങനെയുള്ള ക്രമീകരണങ്ങളൊക്കെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്? ക്രമീകരണങ്ങൾ നിലവിലാണ് 1000 പേർക്ക് ഒരേ സമയം ഇരുന്ന് ബലിയിടാനുള്ള സൗകര്യം 2 പന്തലുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് രാവിലെ 4 മണിക്ക് മുതൽ തന്നെ ബലി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നല്ല അപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത്. തുടർന്ന് ഇടയ്ക്ക് മഴ വന്നപ്പോഴാണ് ഒരു ചെറിയ ശമനം ഉണ്ടായത്. ഇപ്പോഴും നല്ല തിരക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക. ഒരു 10,000 പേരോളം ഇപ്പോൾ ഇതിനകം ബലിയിട്ട് കാണും. നമ്മുടെ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ആൾക്കാർ വരാറുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ കുണ്ടറയ്ക്ക് അങ്ങോട്ടുള്ളവരെല്ലാം അങ്ങോട്ടങ്ങ് പോകും. അതിന് ശേഷം ഇങ്ങോട്ടുള്ളവർക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ബലിതർപ്പണം നടത്തിയതിന് ശേഷം മുങ്ങിക്കുളിക്കുക, ആറ്റിൽ മുങ്ങിക്കുളിക്കും. പിണ്ടം ഒഴുക്കിയതിന് ശേഷം മുങ്ങിക്കുളിക്കുന്നതിനുള്ള ഏറ്റവും നല്ല സൗകര്യമാണ് ഇവിടെ കല്ലടയാറിൻ്റെ തീരത്തായിട്ട് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. വളരെ വിലവശത്ത് എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ ഉണ്ട്, ഫയർഫോഴ്സിൻ്റെ ഉണ്ട്, പിന്നെ ഹെൽത്തിൻ്റെ ഉണ്ട്. ഇവരെല്ലാം സേവനം നമുക്ക്. പിന്നെ ഈ നാട്ടുകാരുടെ ഒരു വലിയ ഒരു കൂട്ടം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ വർഷവും ഇതേ രീതിയിലാണ് നടന്നത്. വർഷം തോറും കഴിയും തോറും ഈ ബലിയിടുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. അത് ഇവിടെ നല്ല രീതിയിൽ ബലിതർപ്പണം നടത്തുന്നതിന്, ചടങ്ങുകൾ നടത്തുന്നതിനായിട്ട് പറഞ്ഞു കൊടുക്കുകയും എല്ലാവിധ ദ്രവ്യങ്ങളും എല്ലാം കൊടുത്ത് നല്ല രീതിയിലാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. ഈ ബലിയിട്ട് കഴിയുന്നവർക്ക് ഉടനെ തന്നെ ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തായിട്ട് ഒരു ഓഡിറ്റോറിയം നിർമ്മിച്ചിട്ടുണ്ട്, സദ്യാലയം നിർമ്മിച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഒരു സമയം 500 പേർക്ക് അവിടെ ഇരുന്ന് സദ്യയൊക്കെ കഴിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളും ഉണ്ട്. അതെല്ലാ ഭക്തജനങ്ങൾക്കും എല്ലാ വർഷവും ഞങ്ങൾ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. അതിനാണ് വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രമാണ്. ഇവിടെയാണ് ഇവിടെ ബലി കർമ്മങ്ങൾക്കായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ളത്. നിരവധി ഭക്തരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. ഇവിടെ വന്ന് ഭക്തർക്ക് ഇവിടെ ബലിതർപ്പണം നടത്താം. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്നാനക്കുളമാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ഇത് കല്ലടയാറാണ്. അതിമനോഹരമായ ദൃശ്യഭംഗിയാണ് നമുക്ക് ഇവിടെ നിന്ന് സമ്മാനിക്കുന്നത്. കല്ലടയാറിൻ്റെ തീരത്തായിട്ട് ഒരു സ്നാനക്കുളം തന്നെ ചെയ്തിട്ടുണ്ട്. വലിയ രീതിയിലുള്ള സുരക്ഷയാണ്. ഫയർഫോഴ്സിൻ്റെ വലിയൊരു സേവനം നമുക്ക് കാണാൻ കഴിയും. നിരവധി ഭക്തർ എത്തുന്നു. അതുപോലെ തന്നെ ഈ പ്രായമായവരെല്ലാം ഇവിടെ വരുമ്പോഴും ഇവരുടെ ഈ ഫയർഫോഴ്സിൻ്റെ വലിയൊരു സേവനമുണ്ട്. അവരെ കൈപിടിച്ച് വെള്ളത്തിലേക്ക് എത്തിക്കുന്നു. അതുപോലെ തന്നെ സുരക്ഷിതമായിട്ട് തന്നെ അവർക്ക് ബലിതർപ്പണം നടത്തി മടങ്ങാനുള്ള എല്ലാ സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള വലിയ രീതിയിലുള്ള വലിയൊരു പങ്കാളിത്തം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തീരദേശങ്ങളിലും എല്ലാമുണ്ട്. അതുപോലെ തന്നെ പുനലൂർ ഭാഗങ്ങളിലും ക്ഷേത്രങ്ങളിൽ കല്ലടയാറിൻ്റെ ഭാഗത്തായിട്ട് ചില ക്ഷേത്രങ്ങളിലും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു വരുന്നുണ്ട്. കൊട്ടാരക്കരയിൽ മഹാദേവ ക്ഷേത്രത്തിലും ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു വരുന്നുണ്ട്. അങ്ങനെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് നിരവധി ഭക്തർ എത്തുന്നുണ്ട്. ഇവിടെയും ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിക്കൊണ്ടിരിക്കുന്നു. എത്ര പേർ വന്നാലും അവർക്കെല്ലാം ബലിതർപ്പണം നടത്തി മടങ്ങാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അന്നദാനം അടക്കമുള്ള ക്രമീകരണങ്ങളാണ് ക്ഷേത്ര ഭാരവാഹികൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തെക്കുറിച്ച് നിരവധി ആചാരങ്ങൾ ഉണ്ട്. അതുപോലെ തന്നെ പ്രദേശവാസി നമ്മളോടൊപ്പം ചേരുകയാണ്. എങ്ങനെയാണ് വർഷങ്ങളായിട്ടുള്ളൊരു ആചാരമാണ്? വർഷങ്ങളായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുക. നമ്മൾ സാധാരണ ഉള്ളിടത്തു നിന്നുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഈ കർമ്മം നമ്മളെ യഥാവിധി പണ്ടുള്ള എങ്ങനെ നിശ്ചയിച്ചിട്ടുണ്ടോ ആ രീതിയിലാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഓരോ വർഷവും ഇവിടെ ഭക്തജനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ പ്രാവശ്യം 10,000-ലധികമായിരുന്നു. ഇപ്പോൾ അതിൽ കൂടുതൽ ആൾക്കാർ ഈ ഇവിടെ നാട്ടുകാർ പ്രതീക്ഷിക്കുന്നു. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കല്ലടയാറിൻ്റെ തീരമാണ്, ഒഴുക്ക് വെള്ളമാണ്. ഒഴുക്ക് വെള്ളത്തിലാണ് സ്നാനം ചെയ്യേണ്ടതെന്നുള്ളൊരു പഴമക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ചാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ നല്ല ഭക്തജനങ്ങളുടെ അതിയായ തിരക്കാണ് ഇവിടെ അടങ്ങിക്കൊണ്ടിരിക്കുന്നത്.